അതെ വീണ്ടും നമുക്കൊരു ഫോർച്യൂണർ ടൈപ്പ് 2 വന്നിട്ടുണ്ട് ഡോർക്കിന്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വണ്ടി നമുക്ക് കുറച്ചധികം അപ്ഡേഷൻസ് ചെയ്യാൻ വന്നൊരു വണ്ടിയാണ്. വണ്ടി നമ്മളെ കണ്ണൂർ ഭാഗത്ത് നിന്നാണ്. ഇപ്പോൾ ഫ്രണ്ട് ലുക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇതിന്റെ മാറ്റാൻ പോകുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ഹെഡ് ലാമ്പ് ആണ്. ഫ്രണ്ട് ഹെഡ് ലാമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വണ്ടിയിൽ TRD കിറ്റും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. TRDയുടെ കാര്യം പറയുമ്പോൾ TRD നമുക്ക് ABS-ഉം ഫൈബറും അവൈലബിൾ ആണ്. പക്ഷേ വണ്ടിയിൽ നമ്മൾ ABS കിറ്റാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഹെഡ് ലാമ്പിന്റെ ബൾബ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ ഫോഗ് ലാമ്പിന്റെ ബൾബും ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ഒരു TRD കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡുവൽ ടോൺ ആയിട്ടാണ് പെയിന്റ് ചെയ്യുക, ബ്ലാക്കും വൈറ്റും കൂടെ കോമ്പിനേഷൻ ആയിട്ട്. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങളൊരു വണ്ടിയിൽ ചെയ്യാനില്ല. കാരണം ഓൾറെഡി നമുക്ക് ഡോർ വൈസേഴ്സും കാര്യങ്ങളും സ്റ്റെപ്പൊക്കെ ഓടി വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ സൈഡിലേക്ക് നമുക്ക് ഒരിക്കലും മാറ്റം വരുത്താനില്ല. എങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മളൊരു സ്പേസർ, വീൽ സ്പേസർ ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്യും. അതേപോലെ വീൽ പെയിന്റിങ്, കാരണം വീൽ പെയിന്റ് സിൽവർ ആണ്, ചിലപ്പോൾ നമ്മൾ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് ഒന്ന് മാറ്റും. അതേപോലെ ഡ്രമ്മ് കണ്ടോ, ആ ഡ്രമ്മ് നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിതിന്റെ റിയർ പോർഷനിലാണ്. അപ്പോൾ റിയർ പോർഷനിൽ നോക്കുമ്പോൾ നമ്മൾ സ്പോയിലർ, നമ്മൾ ഈ ഒരു സ്പോയിലർ ഒഴിവാക്കി നമ്മൾ TRDയിൽ വരുന്ന ഒരു സ്പോയിലർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ABS ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു റിയർ ബമ്പറിൽ നമ്മൾ ആ ഒരു TRD സ്കേർട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. TRD ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ റിയറിലും അത് ഡുവൽ ടോൺ ആയിട്ട് ഗ്ലോസി ബ്ലാക്ക് പെയിന്റ് മിക്സിലാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെയുള്ള ഒരു മാറ്റം എന്ന് പറയുമ്പോൾ നമ്മളെ റിയർ ടൈൽ ലാമ്പ് യൂണിറ്റ് ആണ് കേട്ടോ. റിയർ ടൈൽ ലാമ്പ് നമ്മൾ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ലാൻഡ് ക്രൂസർ ടൈപ്പ് ടൈൽ ലാമ്പ് യൂണിറ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഫോർച്യൂണർ എന്നുള്ള ഈ ഒരു ഡിക്കി ഗാർണിഷ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡീക്രോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നിലവിലുള്ള ഒരു സിസ്റ്റം കേട്ടോ. നമ്മൾ ഇത് മാറ്റിയിട്ട് ആൻഡ്രോയിഡ് ചിലപ്പോൾ നമ്മൾ ഡയമണ്ട് 2K ആവും, നോർമൽ ആവും. അതോടൊപ്പം തന്നെ ഞാൻ സീറ്റിന്റെ മറ്റേ ഷോർട്സ് ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വേണ്ടി ചെയ്യാനുള്ള മാറ്റങ്ങൾ. നെല്ല് നോക്കുമ്പോൾ ഹെഡ് ലാമ്പ്, ടൈൽ ലാമ്പ്, അതേപോലെ തന്നെ TRD സ്കേർട്സും ഗ്രില്ലും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്റീരിയർ നോക്കുമ്പോൾ സീറ്റ് കവേഴ്സ് നമ്മൾ കസ്റ്റം ആണ് ചെയ്യുന്നത്. കാരണം നോർമലി ഉള്ള സീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമായിട്ട് ചെറുതായിട്ടൊന്ന് ടൈ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടൊന്ന് ബക്കറ്റ് രൂപത്തിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗിയർ ബൂട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും, ഡോർ പാഡ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോർച്യൂണറിന്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലുക്ക് മൊത്തത്തിൽ നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം അപ്ഡേഷൻസ് കൊണ്ടുവന്നു. അതേപോലെ തന്നെ കുറച്ച് ടച്ചിങ്സും കാര്യങ്ങളുണ്ട്. കാരണം ബോഡിയിൽ കുറച്ച് ടച്ചും അതുപോലെ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് നോക്കിയാൽ വർക്ക് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ലുക്ക്, കംപ്ലീറ്റ് ലുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ ഹെഡ് ലാമ്പ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഹെഡ് ലാമ്പ് നമ്മൾ ആഫ്റ്റർമായിട്ട് താഴ്വാൻ ഹെഡ് ലാമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹെഡ് ലാമ്പിന്റെ ബൾബ് ലോബീനും ഹൈബീനും നമ്മൾ അത്യാവശ്യം പവറുള്ള ബൾബും നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രില്ലാണ്. ഗ്രില്ല് നമ്മൾ ആദ്യം നമ്മൾ ലെക്സിന്റെ ഗ്രില്ല് ആഡ് ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കസ്റ്റമർ നമുക്കത് വേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഡീക്രോം ചെയ്ത് നോക്കാം, ലുക്ക് അല്ലെങ്കിൽ മാത്രം നമുക്ക് ലെക്സിന്റെ ഗ്രില്ല് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു. അപ്പൊ പിന്നെ ഇത് ലുക്ക് ആയത് മതിയെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഒരു ബോണറ്റ് ഒരു കവർ കണ്ടോ, ഇതൊരു ക്രോം ആയിരുന്നു, നമ്മൾ അത് ഡീക്രോം ചെയ്ത് ബ്ലാക്കിലേക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളൊരു ഫ്രണ്ട് മിറർ ഉണ്ടോ, ആ ഒരു ഫ്രണ്ട് മിറർ നമ്മൾ ബ്ലാക്ക് ഔട്ട് ഇട്ടിട്ടുണ്ട്. നമ്പറോട് ജസ്റ്റ് നമ്മൾ വെച്ചാണ് കേട്ടോ. കാരണം
നമ്മൾ വണ്ടി കൊണ്ട് എടുക്കാൻ കൊണ്ടുവന്നത്, അതുകൊണ്ട് ചെറിഞ്ഞ് നിൽക്കുന്നത്. പിന്നീട് നമ്മളൊരു മെയിൻ ലുക്ക് എന്ന് പറയുന്നത് നമ്മളൊരു TRD കിറ്റാണ്. TRD കിറ്റ് ABS ആണ് നമ്മൾ ചെയ്തത്. ആ ഒരു കിറ്റ് നമ്മൾ ഡുവൽ ടോൺ ആയിട്ടാണ് പെയിന്റ് ഉള്ളത്. കാരണം വൈറ്റും ബ്ലാക്കും എന്നുള്ള ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ അതിന്റെ പെയിന്റിങ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫോഗിന്റെ ബൾബ് നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാനാണ്. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് വീലിന് തുടങ്ങാം. വീല് പെയിന്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു ഗണ്ണറ്റ് ഗ്രേ ആണ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ കാലിബർ കവർ നമ്മൾ റെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടച്ചിങ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഡോർ ടച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ഫ്രണ്ട് ആർച്ച് നമ്മൾ രണ്ടാമത് റീപെയിന്റ് ചെയ്താണ്. പിന്നീട് മിറർ കവർ കണ്ടോ, മിറർ കവർ വൈറ്റ് ആയിരുന്നു, നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്തു. അതേപോലെ തന്നെ ഡോർ വൈസേഴ്സ് നമുക്ക് കുറച്ച് പഴക്കം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ നമ്മൾ അതൊന്നും ചെയ്തിട്ടുണ്ട്, അതൊന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ വേറെ വലിയ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ടിൻഡാണ്, നമ്മൾ നാനോ സെറാമിക്കിന്റെ ടിൻഡാണ് ചെയ്തത്. നമുക്ക് 93% നമുക്ക് UV ഉള്ളിൽ കയറാത്ത ടൈപ്പിലുള്ള ആ ഒരു കൂളിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ലീഗൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും നമുക്ക് ആ ഒരു കൂളിങ്ങിനുള്ള. പിന്നെ ഫൈനലി നമ്മൾ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ റിയർ സ്പോയിലർ, നമ്മൾ TRD വരുന്ന റിയർ സ്പോയിലർ നമുക്ക് ABS നമ്മൾ ചെയ്തത്. TRD കിറ്റ് ABS-ലാണെങ്കിലും ഫൈബറിലാണെങ്കിലും ഫുൾ കിറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ബാക്ക് സ്കേർട്ട് സ്പോയിലർ ഇങ്ങനെയാണ് വരിക കേട്ടോ. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ടൈലാമ്പ് യൂണിറ്റ് ആണ്. നമ്മൾ റിയർ ടൈലാമ്പ് യൂണിറ്റ് നമ്മളൊരു LC ടൈപ്പാണ് ചെയ്തത്. LC നമുക്ക് പ്യൂർ റെഡ് അല്ല, ജസ്റ്റ് ഒരു സ്മോക്കിഷ് റെഡ് ആണ് വരിക, ജസ്റ്റ് സ്മോക്ക് ആണ്. പിന്നീട് ഡിക്കി ഗാർണിഷ് കണ്ടോ, ഈ ഡിക്കി ഗാർണിഷ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഡീക്ലം ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു ലോഗോയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആ ഒരു D4D എന്നുള്ള ആ ഒരു ലോഗോസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ബ്ലാക്കിലേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറ്റം വെച്ചില്ല, കാരണം ഡെലിവറി സമയത്ത് വെക്കാന്ന് കരുതിയിട്ടാട്ടോ. പിന്നീട് നമ്മൾ റിയർ സ്കേർട്ട് കണ്ടോ, റിയർ സ്കേർട്ട് ABS ആണ്. നമുക്ക് ഞാൻ പറഞ്ഞു ഫ്രണ്ട് ബാക്ക് സ്പേറിനാണ് നമുക്ക് കിറ്റ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ലൈറ്റ്സ് കണ്ടോ, ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന് കണക്ഷൻ ഒക്കെ കൊടുത്തില്ല, കാരണം ബൂത്ത് നേരെ കുറഞ്ഞ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഡെലിവറി സമയത്ത് കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി ഇറക്കുക. അതെന്തായാലും അതിന്റെ വീഡിയോകൾ കാണും. അപ്പോൾ റിയർ സ്കേർട്ട് നമ്മൾ നോക്കുമ്പോൾ ഡ്യുവൽ ടോണിൽ നമ്മൾ ആ ഒരു ബ്ലാക്കും അതേപോലെ തന്നെ വൈറ്റും കൂട്ടിയുള്ള ഡ്യുവൽ ടോണിലാണ് നമ്മൾ പെയിന്റും ചെയ്തിട്ടുള്ളത്. ഫൈനലി നമ്മളെ ഇന്റീരിയർ ആണ് കേട്ടോ. ഇന്റീരിയറിൽ കുറച്ചധികം മാറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മളൊരു സീറ്റാണ്. സീറ്റ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ തൈ സപ്പോർട്ട് വിങ് സപ്പോർട്ട് ഒക്കെ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ട് ഫോം സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ചെയ്തൊരു സീറ്റാണ്. നമ്മൾ കസ്റ്റം തന്നെ പറയാം, കസ്റ്റം ഡിസൈൻ ആണ് ചെയ്തത്. സ്റ്റിച്ച് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതുപോലെ ഡ്യുവൽ ഹെഡ്റെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ സ്റ്റിയറിംഗ് ചിലപ്പോൾ വണ്ടിന്റെ മാറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ത്രെഡ് ചെയ്തിട്ടില്ല. അതിന്റെ പുറം നമ്മൾ ഗിയർ നോബ് ചെയ്തിട്ടുണ്ട്, ഗിയർ ബൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കൺസോൾ ടോപ്പ് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ഡോർ പാഡാണ്, ഡോർ പാഡ് ഇട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫ്ലോർ മാറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് കണ്ടോ, നമ്മളൊരു പ്രീമിയം ടൈപ്പിലുള്ള ഒരു ഫ്ലോർ മാറ്റ് ഉണ്ടോ, ഒരു ഫ്ലോർ മാറ്റ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാണ്ട്, കാരണം ഈ വണ്ടിന്റെ ഡെലിവറി ഇന്ന് നൈറ്റാണ്. കാരണം പുള്ളിക്കാരന്റെ മാരേജ് ആണ്, അപ്പൊ അതിന് വണ്ടി വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഉള്ള ഗ്യാപ്പിലാണ് എടുക്കണം. കാരണം ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് നമ്മളെ ഷോപ്പിലേക്ക് പോകണം. കാരണം ലൈറ്റ്സ് കുറയുന്നുണ്ട്, വൈകിട്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കുറെ വർക്ക് നമുക്ക് ബാക്കിയുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ. ഇത്രയെന്ന് പറയുമ്പോൾ കുറച്ചധികം അപ്ഡേഷൻസ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻലി ഉള്ള മാറ്റങ്ങൾ നമ്മൾ ഹെഡ് ലാമ്പ്, അതുപോലെ TRD കിറ്റ്, ഡീക്രോം, അതുപോലെ സീറ്റ് വർക്ക്, ടൈലാമ്പ്, അതുപോലെ നമ്മൾ ഈ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വണ്ടിന്റെ വർക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട്, സ്റ്റിയറിംഗും കാര്യങ്ങളും. അപ്പൊ അതൊക്കെ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അതിന്റെ ഷോർട്സ് ഒക്കെ ഞാൻ താഴെ കൊടുക്കും. കാരണം ഇതിന് ശേഷം ചിലപ്പോൾ കൊടുക്കും, കാരണം നമ്മളുടെ മുമ്പാണ് വണ്ടി ഡെലിവറി ചെയ്യുക കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ, കാരണം അത് കഴിഞ്ഞിട്ട് വണ്ടി കൊടുക്കുള്ളൂ. കാരണം ഈ ഒരു ടൈമിന്റെ ഇഷ്യൂ ഉള്ളത് നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റൊരു വീണ്ടും വരുന്നവരെ ബൈ.